ഞായറാഴ്ചകൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകേണ്ടതുകൊണ്ട് തലേന്ന് രാത്രി തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കരുതുന്നതാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടും എളുപ്പം. അല്ലേ പിന്നെ രാവിലെ എല്ലാം കൂടി ഒരു ജഗ പുകയായിരിക്കും. സാധാരണ ചെയ്തു വരുന്നത് ശനിയാഴ്ചകളിൽ വൈകുന്നേരം എന്താണോ കഴിക്കാനുള്ളത് അതിൽ കുറച്ചധികം രാവിലത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ ഈ ഞായറാഴ്ചത്തേക്കുള്ളതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഉണ്ടാക്കുന്നത്. ഇന്ന് സ്പെഷ്യൽ പാലക് ചപ്പാത്തിയും കടലക്കറിയുമാണ്. പല പല കളറിലുള്ള ചപ്പാത്തിയും ദോശയും ഇഡലിയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് കുഞ്ഞായതിൽ പിന്നെയാണ്. കളർഫുള്ളായി പ്രസന്റ് ചെയ്യുമ്പോൾ കൗതുകം കൊണ്ട് കഴിക്കും, അതാണ് കേട്ടോ. കിച്ചണിൽ അത്യാവശ്യം ധൃതിയിൽ നിൽക്കുമ്പോഴാണ് ചാച്ചു ഇത്തവണത്തെ ഇഫ്താർ ബോക്സ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ കരുതി അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന്. നാട്ടിൽ നമുക്ക് ഈ സമയം കിട്ടാറ് കുറേ സ്പൈസസ് ഒക്കെ ഇട്ട കഞ്ഞിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പാലക് ചപ്പാത്തി. പാലക് ലീവ്സ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ചൂട് മാറിയാൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കും പോലെ തന്നെ ഉപ്പിട്ട മാവിലേക്ക് കുറേശ്ശെ പാലക് പ്യൂരി ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. ഡോ ഉണ്ടാക്കി വെക്കുമ്പോൾ കുറച്ചധികമാക്കിയാൽ ഒരു 3 days നമുക്ക് ടെൻഷനും വേണ്ട. ഇതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചെയ്തെടുക്കാം. ഹെൽത്തിയുമാണ്. ഈ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് എല്ലാ ന്യൂട്രീഷ്യസ് വാല്യൂ കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ ആക്കുന്ന കടലക്കറി വളരെ സിമ്പിളായ ഒരു കറിയാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് ആദ്യമൊക്കെ തലേന്നാക്കി വെക്കുന്നതിനോട് ഭയങ്കര എതിർപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഈ തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലിൽ ഇതാണ് ശരിക്കും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. അല്ലെങ്കിലും കുറച്ചൊക്കെ മീൽ പ്രെപ്പ് ചെയ്യുന്നത് നമ്മുടെ സമയവും എനർജിയും ഒക്കെ സേവ് ചെയ്യും. കുക്കിങ്ങിനോട് നല്ല രീതിയിൽ പാഷനൊക്കെ ഉണ്ടെങ്കിലും ഈ 24 മണിക്കൂറും കിച്ചണിൽ നിൽക്കുന്നതിനോട് ഞാൻ എതിരാണ് കേട്ടോ.